ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിരൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം റോബർട്ട് ഓവനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കോപ്പറേറ്റേഴ്സിനെ കുറിച്ചെല്ലാം നമ്മൾ നോക്കണം. റോബർട്ട് ഓവൻ ആണെങ്കിലും വില്യം കിങ് ആണെങ്കിലും അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ കാണുന്ന എല്ലാവരുമായിട്ട് നമ്മൾ ഒരു അത്യാവശ്യമുള്ള പോയിൻറ്റ്സൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ നമ്മളിന്ന് റോബർട്ട് ഓവനായിട്ടുള്ള ഫുൾ എല്ലാ ഡീറ്റെയിൽസും കവർ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ആയിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉപകാരപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ റോബർട്ട് ഓവൻ കോർപ്പറേഷൻ്റെ ഫാദർ ആയതുകൊണ്ട് തന്നെ ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട് അല്ലേ. റോബർട്ട് ഓവനെ ബന്ധപ്പെട്ട ഒരുപാട് ഫാക്റ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, റോബർട്ട് ഓവൻ ജനിച്ച വർഷം 1771 കേട്ടോ. റോബർട്ട് ഓവൻ്റെ ജന്മവർഷം പഠിക്കണം, ഡേറ്റ് അടക്കം പഠിക്കണം. 14/5/1771 ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്? ആരാണ്? റോബർട്ട് ഓവൻ ആണ് അല്ലേ. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബർട്ട് ഓവൻ ആണ്. റോബർട്ട് ഓവൻ ജനിച്ച തീയതിയാണ് പറയണത് 14/5/1771. 14/5/1771. ഒരു പുവർ ഫാമിലിയിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യത്തെ ലൈഫൊക്കെ സ്ട്രഗിളിങ് തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കാരണം ഇത്രയും വലിയൊരു കൺസിസ്റ്റൻ്റായ വലിയൊരു പോസ്റ്റിലല്ലേ, ലോകം അറിയുന്ന ഒരു കോപ്പറേറ്ററായി അദ്ദേഹം ഉയർന്നു വന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെയാണ് അതിന് വഴി തെളിച്ചതെന്ന് പറയാം. റോബർട്ട് ഓവൻ ജനിച്ച വർഷം പഠിക്കണം ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ഉറപ്പിച്ച് പോവുക. ഇനിയിപ്പോൾ ചോദിക്കാത്ത ചോദ്യങ്ങൾ കടന്നു വരാം. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള പോയിൻറ്റ്സ് നമ്മളൊന്ന് ഓർത്ത് പോകണം കേട്ടോ. ഓക്കെ, ബർത്ത് പ്ലേസ് ന്യൂട്ടനാണ്. ഇംഗ്ലണ്ടിലെ ന്യൂട്ടനാണ് ബർത്ത് പ്ലേസ് ആയിട്ടുള്ളത്. അത് ഓർത്ത് വയ്ക്കണം. റോബർട്ട് ഓവൻ ജനിച്ചത് 14/5/1771. ബർത്ത് പ്ലേസ് എവിടെയാണ്? ഇംഗ്ലണ്ടിലെ ന്യൂട്ടനാണ്. ഫാദർ ഓഫ് മോഡേൺ സോഷ്യലിസം എന്നറിയപ്പെടുന്നത് ആരെയാണ്? റോബർട്ട് ഓവനെയാണ്. ആരാണ് ഫാദർ ഓഫ് മോഡേൺ സോഷ്യലിസം? ഫാദർ ഓഫ് ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ്. ഫസ്റ്റ് പേഴ്സണൽ മാനേജർ ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? റോബർട്ട് ഓവനെയാണ് കേട്ടോ. ഫസ്റ്റ് പേഴ്സണൽ മാനേജർ ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവനെയാണ്. തൊഴിലാളികളുമായി ബന്ധപ്പെട്ട മാനേജർ എന്നുള്ള ഒരു സെൻസിലാണ് കേട്ടോ. ഹീസ് എൻ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ്. നടക്കാത്ത ആശയങ്ങൾ കുറേ അദ്ദേഹം കൊണ്ടു നടന്നിരുന്നു. നടക്കാത്ത ആശയമല്ല, അദ്ദേഹം അത് നടത്താൻ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു. പക്ഷേ പരാജയപ്പെട്ടൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു. ദിവാസ്വപ്നം കണ്ടു നടക്കുന്ന ആൾ, അല്ലെങ്കിൽ സ്വപ്നത്തിലെ ഒരു സ്വപ്നത്തിലെ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച ആൾ എന്നുള്ളൊരു രീതിയിലാണ് ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട ഒരുപാട് ബുക്സുകളുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് എൻവിറോൺമെൻറ്റ് ഓവനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടൊരു ബുക്കാണ്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റോബർട്ട് ഓവൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എസ്സേസ് ആയിട്ട് പറയുന്നത് ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. സോ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി ഒരു ബുക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ്. എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. 1817 അദ്ദേഹം അത് പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ദ ഫോർമേഷൻ ഓഫ് ഹ്യൂമൻ ക്യാരക്ടർ. അദ്ദേഹം എപ്പോഴും ഹ്യൂമൻ ക്യാരക്ടറിന് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ക്യാരക്ടറിനെ കുറിച്ച് അദ്ദേഹം ഒരുപാട് ചിന്തിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അദ്ദേഹം ഒരു വ്യക്തിയുടെ ക്യാരക്ടറാണ് എല്ലാം എന്ന് ഒരു ഫിലോസഫി അദ്ദേഹത്തിനുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ മേജർ പോയിൻ്റ് ഓഫ് ഓവൻസ് ഫിലോസഫി അബൌട്ട് ഹ്യൂമൻ ക്യാരക്ടർ? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മേജർ ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓവൻ്റെ ഫിലോസഫി എന്തായിരുന്നു വെച്ചാൽ, മാൻസ് ക്യാരക്ടർ വാസ് ഫോംഡ് ബൈ സർക്കംസ്റ്റാൻസസ് ഓവർ വിച്ച് ഷീ ഹാഡ് നോ കൺട്രോൾ. അവർക്ക് കൺട്രോളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ എന്ത് തീരുമാനിക്കുന്നത്? സ്വഭാവം നിർണ്ണയിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ സ്വഭാവ നിർണ്ണയത്തിൽ അയാൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് ഓവൻ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സർക്കംസ്റ്റാൻസസ് ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു കേട്ടോ. സോ അതാണ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു
പിന്നെ ഒരു സംഭാവന തന്നെയാണ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ ഓഫ് സർക്കംസ്റ്റാൻസസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റോബർട്ട് ഓവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ. അപ്പം ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി പ്രത്യേകം ഓർത്തിരിക്കണം, 1817. പിന്നെ എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ദ ഫോർമേഷൻ ഓഫ് ഹ്യൂമൻ ക്യാരക്ടർ, പ്രിൻസിപ്പിൾ ഓഫ് എൻവയോൺമെൻറ്റ് ആലോചിച്ചിരിക്കണം. പിന്നെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയാണ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. റോബർട്ട് ഓവൻ ഈസ് ഓൾസോ നോൺ ആസ് ദ ഫൗണ്ടർ ഓഫ് ദ കോപ്പറേറ്റീവ് ഐഡിയോളജി. കോപ്പറേറ്റീവ് ഐഡിയോളജിയുടെ ഫൗണ്ടറായിട്ടും റോബർട്ട് ഓവൻ പരിഗണിക്കപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിലീജിയസ് ന്യൂട്രാലിറ്റി. ഹൂ അഡ്വക്കേറ്റഡ് ദ തിയറി ഓഫ് റിലീജിയസ് ന്യൂട്രാലിറ്റി. റിലീജിയസ് ന്യൂട്രാലിറ്റി അഡ്വക്കേറ്റ് ചെയ്തത് ആരാണ്? റോബർട്ട് ഓവനാണ് കേട്ടോ. ഹൂ അഡ്വക്കേറ്റഡ് ദ തിയറി ഓഫ് റിലീജിയസ് ന്യൂട്രാലിറ്റി. അപ്പോൾ അതുപോലെ തന്നെ റോബർട്ട് ഓവൻ ഈസ് ഓൾസോ നോൺ ആസ് ദ ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് ഐഡിയോളജി. അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കണം. പിന്നെ ഡാഷ് വാസ് എ പ്രോട്ടോടൈപ്പ് കോപ്പറേറ്റീവ് ഓർഗനൈസ്ഡ് ബൈ റോബർട്ട് ഓവൻ. ന്യൂ ഹാർമണി എന്ന് പറഞ്ഞിട്ടൊരു കോളനി തന്നെ അദ്ദേഹം പ്രോട്ടോടൈപ്പ് കോപ്പറേറ്റീവ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരുന്നു റോബർട്ട് ഓവൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. പിന്നെ അദ്ദേഹം ഒരു മില്ലിലെ എംപ്ലോയി ആയിരുന്നു. മില്ലിലെ എംപ്ലോയി ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ആ മില്ലിലെ അതായത് ഓണറുടെ മകളെ വിവാഹം കഴിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ആ മില്ല് അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ മില്ല് അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വരികയും അങ്ങനെ ഒരു എംപ്ലോയി എന്നൊരു സെൻസ് മാറിയിട്ട് എംപ്ലോയർ എന്ന് പറഞ്ഞ ഒരു പദവിയിലേക്ക് അദ്ദേഹം എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ന്യൂ ലനാർക്ക് മിൽ 1785 ചാർലോട്ടെ സ്ട്രീറ്റിൽ ആരുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? അദ്ദേഹത്തിൻ്റെ മില്ലാണെന്ത്? ന്യൂ ലനാർക്ക് മിൽ. അപ്പോൾ ആ പ്രത്യേകം വാക്ക് ഓർത്തിരിക്കണം. ന്യൂ ലനാർക്ക് മിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റോബർട്ട് ഓവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഈ മില്ല് ലഭിക്കുകയുണ്ടായി. അപ്പം മില്ല് ലഭിക്കുമ്പോൾ തന്നെ വളരെ സിമ്പത്തറ്റിക്കായ അവസ്ഥയിലായിരുന്നു അവിടുത്തെ വർക്കേഴ്സ് എല്ലാം ഉണ്ടായിരുന്നത്. ഓക്കെ. വളരെ സിമ്പത്തറ്റിക്കായ അവസ്ഥയായിരുന്നു. കാരണം ഒരുപാട് വർക്കിംഗ് ടൈം ഉണ്ടായിരുന്നു. ഏകദേശം 17 മണിക്കൂറോളം ഒക്കെയാണ് സാധാരണ വർക്കിംഗ് ഹവർ ഉണ്ടായിരുന്നത്. 17 മണിക്കൂർ ഒരാൾക്ക്. അപ്പോൾ അദ്ദേഹം അത് 10 മണിക്കൂറായി കുറച്ചു കൊണ്ടുവന്നു. അദ്ദേഹം 10 മണിക്കൂറായി കുറച്ച് കൊണ്ടുവന്നിട്ട് അദ്ദേഹം ശമ്പളമൊന്നും ഒരുപാട് വേജസ് ഒന്നും ഇൻക്രീസ് ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷേ എന്ത് കൊടുത്തു എന്ന് വെച്ചാൽ വർക്കേഴ്സിനെ ഹാപ്പിയായി വെക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന് അറിയായിരുന്നു അവർ ഹാപ്പി ആയിരിക്കണം, അപ്പം മാത്രമേ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ചൈൽഡ് ലേബർ, അന്നത്തെ കാലത്ത് ഒരുപാട് ചൈൽഡ് ലേബർ ഉണ്ടായിരുന്നു. കുട്ടികളെ കൊണ്ട് മില്ലിലൊക്കെ പണിയെടുപ്പിച്ചിരുന്നു കേട്ടോ. വിദ്യാഭ്യാസം ഒന്നും കൊടുക്കാതെ കുഞ്ഞുങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുക. അപ്പോൾ അതെല്ലാം അബോളിഷ് ചെയ്തു. അദ്ദേഹം ചൈൽഡ് ലേബർ അദ്ദേഹത്തിൻ്റെ മില്ലിൽ അനുവദിച്ചിരുന്നില്ല. പിന്നെ അതുകൂടാതെ ഒരുപാട് വെൽഫെയർ പ്രവർത്തനങ്ങൾ ഈ ലേബേഴ്സിന് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ധാരാളം ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ് കൊടുത്ത് അവരെ എപ്പോഴും ഹാപ്പി ആക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. സോ അവരുടെ ഹാപ്പിനെസ് കാരണം തന്നെ അവർ മാക്സിമം ഔട്ട്പുട്ട് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ മില്ലിന് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയും പ്രോഫിറ്റ് ഉണ്ടാവുകയും പിന്നെ അവർ വളരെ നല്ല രീതിയിൽ വന്നു തുടങ്ങി. അപ്പോൾ അതിനാണ് അദ്ദേഹം ഒരു വില്ലേജ് കോപ്പറേറ്റീവ് കോളനീസ് എന്ന് പറഞ്ഞിട്ട് വില്ലേജ് കമ്മ്യൂൺസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കിയത്. അതായത് ഈ തൊഴിലാളികളെയെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് ആ പണിയെടുക്കുന്ന മില്ലുമായി ബന്ധപ്പെട്ട് അവർക്ക് ജീവിത സൗകര്യങ്ങളെല്ലാം അവിടെ കൊടുത്ത് അവരെ ഹാപ്പിയായി നിലനിർത്താം. അതാണ് വില്ലേജ് കമ്മ്യൂൺസ് എന്നറിയപ്പെടുന്നത് കേട്ടോ. കോപ്പറേറ്റീവ് കോളനീസാണ് വില്ലേജസ്, അതിനെയാണ് വില്ലേജ് കമ്മ്യൂൺസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു വിശാലമായ കാഴ്ചപ്പാട് തന്നെയായിരുന്നു. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ന്യൂ ഹാർമണി USA-യിലും ഇതേപോലെയുള്ള ഇന്ത്യാനയിലും ഇതേപോലെ അദ്ദേഹത്തിനെ ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ അവിടെയും അദ്ദേഹം അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ USA-യിലും ഒക്കെ ഈ രീതിയിലുള്ള ഈ വില്ലേജ് കമ്മ്യൂൺസ് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായി കേട്ടോ. ഓക്കെ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ്, അത് ഓർത്തിരിക്കണം. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് കോപ്പറേറ്റീവ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ ഇൻ ഇംഗ്ലണ്ട് വാസ് സ്റ്റാർട്ടഡ് ബൈ റോബർട്ട് ഓവനാണ്. കോപ്പറേറ്റീവ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്തത് റോബർട്ട് ഓവനാണ്. നെക്സ്റ്റ് പോയിന്റ്, ഇൻ 1821 റോബർട്ട് ഓവൻ ഫസ്റ്റ് കോയിൻസ് ദാറ്റ് ദ ടേം കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഹിസ് മാഗസിൻ ദ എക്കണോമിസ്റ്റ്. ദ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മാഗസിനിലാണ് ഈ വാക്ക്, അതായത് ഈ ദ ടേം കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന
ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് കോയിൻ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ദ മാഗസിൻ, ദ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ മാഗസിനിൽ 1821 ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്യുന്നത്. അത് ഓർത്ത് വയ്ക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. പിന്നെ എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി വാസ് എ ബുക്ക് റിട്ടൺ ബൈ റോബർട്ട് ഓവൻ ഇൻ 1817. നമ്മളിതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ഓവൻ സ്റ്റാർട്ടഡ് ഹീസ് ലൈഫ് ആസ് എ മിൽ വർക്കർ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നീട് ഒരു മിൽ ഓണറായി, ന്യൂ ലെനാർക്ക് മില്ലിൻ്റെ ഓണറായി മാറി. അതിന് ശേഷമാണ് ഈ വില്ലേജ് കമ്മ്യൂൺസും അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അതിനുശേഷമാണ് അദ്ദേഹം ആ ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. ഓവൻ സ്റ്റാർട്ടഡ് ഇക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ചസ് ഓവൻ സ്റ്റാർട്ട് ചെയ്തു. ദ ഫാദർ ഓഫ് ദ തിയറി, ദ ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസിൻ്റെ ഫാദറായി പരിഗണിക്കപ്പെടുന്നു. ദ വില്ലേജ് കോപ്പറേറ്റീവ്സ് നമ്മൾ പറഞ്ഞില്ലേ, വാസ് ഫൗണ്ടഡ് ബൈ റോബർട്ട് ഓവൻ. ഓവൻ ഫൗണ്ടഡ് ദ സിസ്റ്റം ഓഫ് ലേബർ എക്സ്ചേഞ്ചസ്, അതും പറഞ്ഞു. ലേബർ എക്സ്ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1832 കേട്ടോ. അതായത് അവിടെ സൊസൈറ്റിയിൽ മിക്സഡ് മെമ്പർഷിപ്പാണ്. പ്രൊഡ്യൂസേഴ്സിനും കൺസ്യൂമേഴ്സിനും എവിടെയുണ്ട്? മെമ്പർഷിപ്പ് ഉണ്ട് കേട്ടോ. മിക്സഡ് മെമ്പർഷിപ്പ് ഓഫ് ബോത്ത് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് എന്നറിയപ്പെടുന്നതാണ് ലേബർ എക്സ്ചേഞ്ചസ്. എന്താണ് ലേബർ എക്സ്ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ സൊസൈറ്റി വിത്ത് മിക്സഡ് മെമ്പർഷിപ്പ് ഓഫ് ബോത്ത് പ്രൊഡ്യൂസേഴ്സ്. സാധാരണ പ്രൊഡ്യൂസേഴ്സിന് മാത്രമായിരിക്കും മെമ്പർഷിപ്പ്, ഇതല്ല, പ്രൊഡ്യൂസേഴ്സിനും കൺസ്യൂമേഴ്സിനും ഒരേപോലെ മെമ്പർഷിപ്പ് ഉള്ളതാണ് ലേബർ എക്സ്ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ അവിടെ ലേബർ നോട്ട് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതായത് ഈ ലേബർ നോട്ട് ഇപ്പോൾ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലേബർ നോട്ട് കൊടുത്ത് ഈ ലേബർ നോട്ട് വെച്ചിട്ട് അത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പണിയെടുത്ത ഇത്രേനെ ഒരു ലേബർ നോട്ട് കിട്ടും. അപ്പോൾ ആ ലേബർ നോട്ട് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സാധനം വാങ്ങിക്കുക. പക്ഷെ അതൊക്കെ പിന്നീട് ഒരു ഫെയിലിയറായി മാറി കേട്ടോ. ഓക്കെ, ദ വാല്യൂ ഓഫ് പ്രോഡക്റ്റ് വാസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് വർക്കിംഗ് ഹവേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ വർക്കിംഗ് ഹവേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എത്രയുണ്ടെന്ന് നോക്കിയിട്ടാണ് പ്രോഡക്റ്റിൻ്റെ വാല്യൂ തീരുമാനിച്ചിരുന്നത് എന്നാണ് ആ കാലഘട്ടത്തിൽ പറയുന്നത് കേട്ടോ. ദ വാല്യൂ ഓഫ് പ്രോഡക്റ്റ് വാസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് വർക്കിംഗ് ഹവേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അത് പ്രധാനപ്പെട്ട ഒന്നാണ്, നോട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ റോബർട്ട് ഓവൻ്റെ ലൈഫ് ഹാസ് ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് എ ലൈഫ് ഓഫ് റിച്ച് പ്രോമിസസ് ആൻഡ് പുവർ പെർഫോമൻസ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് വിമർശിക്കണവർ പറയുന്നതാണ് റിച്ച് പ്രോമിസസ് ആണ്, പുവർ പെർഫോമൻസും ആയിരുന്നു. റിച്ച് പ്രോമിസസ് ഒക്കെ തന്നായിരുന്നു, പക്ഷേ പെർഫോമൻസ് വളരെ പുവറായിരുന്നു. ഓക്കെ, അദ്ദേഹം മോട്ടോ എന്തായിരുന്നു? അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ് കുമിഞ്ഞുകൂടുന്നത് അദ്ദേഹം എതിർത്തിരുന്നു. അതുകൊണ്ട് അത് അബോളിഷ് ചെയ്യണം എന്നും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുണ്ടായിരുന്നു. ഓക്കെ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫോമിംഗ് കോപ്പറേറ്റീവ് കോളനീസ് വാസ് ടു അബോളിഷ് ചൈൽഡ് ലേബർ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കോപ്പറേറ്റീവ് കോളനീസ് കൊണ്ടുവന്നത്. നോ കോമ്പറ്റീഷൻ, നോ മണി, നോ പ്രോഫിറ്റ് വാസ് എ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഓവൻ. അപ്പോൾ ഇത് ആരുടെ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. നോ കോമ്പറ്റീഷൻ, നോ മണി ആൻഡ് നോ പ്രോഫിറ്റ് വാസ് എ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഓവൻ. ഓക്കെ, റോബർട്ട് ഓവൻ കോൾഡ് ഓൾ റിലീജിയസ് ലീഡേഴ്സ്. അദ്ദേഹത്തിന് റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ റിലീജിയസ് ലീഡേഴ്സിനൊക്കെ അപ്ഹോൾഡേഴ്സ് ഓഫ് ഓൾഡ് ഇമ്മോറൽ വേൾഡ് എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് ഓൾഡ് ഇമ്മോറൽ വേൾഡിനെ അപ്ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ എന്ന രീതിയിൽ അദ്ദേഹം പരിഹസിച്ചിരുന്നു കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ടൊരു കോട്ടാണ്, മെൻ ബൈ ബർത്ത് ഈസ് നൈദർ ടു ഗുഡ് ഓർ ബാഡ്, ഇറ്റ് ഈസ് ദ സർക്കംസ്റ്റാൻസസ്. ഇവിടെ 2 ആണ് കേട്ടോ, 2 ഡബിൾ ഉണ്ട്. ടു ഗുഡ് എന്നാണ് വേണ്ടത്. ഓക്കെ, ടു ഗുഡ് ഓർ ബാഡ്, ഇറ്റ് ഈസ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് മേക്ക് ഹിം ഗുഡ് ഓർ ബാഡ് വാസ് മെയ്ഡ് ബൈ റോബർട്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു കൊട്ടേഷനാണ്. ഒരു മനുഷ്യൻ ജനിക്കുന്നത് നല്ലതോ അങ്ങനെ ഒന്നും ആയിട്ടല്ല, ഗുഡ് ഓർ ബാഡ് ഒന്നും നോക്കിയിട്ടല്ല ജനിക്കുന്നത് അല്ലേ. സാഹചര്യമാണ് അവനെ നല്ലവനാണോ ചീത്തതാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്, അവൻ്റെ ജീവിത സാഹചര്യങ്ങളാണ് എന്നാണ് നമ്മുടെ ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കൊട്ടേഷനാണത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, പിന്നെ നാഷണൽ ഇക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ച് വാസ് ദ ന്യൂ സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫോളോവേഴ്സ് ഓഫ് റോബർട്ട് ഓവൻ്റെ ഫോളോവേഴ്സ് തുടങ്ങിയ ഒരു പുതിയ സൊസൈറ്റി തന്നെയാണ് നാഷണൽ ഇക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്നത്. റോബർട്ട് ഓവൻ മരണം 1858 കേട്ടോ. 1858 മരണം സംഭവിക്കുന്നത്. ഓക്കെ, പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതായത് CR ഫേയുടെ ഒരു പ്രധാനപ്പെട്ട, അത് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. റോബർട്ട് ഓവൻ ഡിഡ് നോട്ട് ഇൻവെൻറ്റ് കോപ്പറേഷൻ ബട്ട് ഹി വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ഇറ്റ്. റോബർട്ട് ഓവൻ എന്ത് കണ്ടുപിടിച്ചിട്ടില്ല? കോപ്പറേഷൻ കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അദ്ദേഹമാണ് അതിൻ്റെ പിന്നിലുള്ള ഇൻസ്പിറേഷൻ എന്നാണ് പറഞ്ഞത്. കാരണം ഇത്രയും വ്യക്തതയോടുകൂടി ഈ കോളനികൾ നിർമ്മിച്ച് അല്ലെങ്കിൽ ഈ വില്ലേജ് കമ്മ്യൂൺസ് നിർമ്മിച്ച് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത ആളാണ് റോബർട്ട് ഓവൻ. ഓക്കെ,
ന്യൂ മോറൽ വേൾഡ് എന്ന് പറഞ്ഞത് ഓവൻ്റെ ഒരു പബ്ലിക്കേഷനായിരുന്നു, ഓർത്തു വയ്ക്കുക, ന്യൂ മോറൽ വേൾഡ്. പിന്നെ പ്രധാനപ്പെട്ടൊരു ബുക്കാണ് A.L. മോർട്ടൻ, റോബർട്ട് ഓവനെ കുറിച്ച് എഴുതിയ ബുക്കാണെന്ത്, ലൈഫ് ആൻഡ് ഐഡിയൽസ് ഓഫ് റോബർട്ട് ഓവൻ. ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. A.L. മോർട്ടൻ്റെ ബുക്കാണ് ലൈഫ് ആൻഡ് ഐഡിയൽസ് ഓഫ് റോബർട്ട് ഓവൻ എന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ നെയിം ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, കരോളിന ഡെയിലായിരുന്നു, അതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ചോദിക്കാത്തൊരു പോയിൻ്റ് തന്നെയാണ്, പക്ഷേ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ദ ഫസ്റ്റ് ഇൻഫാൻറ്റ് സ്കൂൾ ഇൻ ദ വേൾഡ് വാസ് അറ്റ് ന്യൂ ലനാർക്കിലായിരുന്നു. ആദ്യത്തെ കിഡ്സ് സ്കൂളില്ലേ, നമ്മുടെ കിൻഡർ ഗാർഡൻ എന്നൊക്കെ പറയണ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, ഇൻഫാൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്കൂൾ വേൾഡിൽ വന്നത് ഈ ന്യൂ ലനാർക്കിലായിരുന്നു. ഈ ന്യൂ ലനാർക്കിൽ എന്തെല്ലാം സൗകര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുത്തിരുന്നു എന്നാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഈ കോപ്പറേറ്റീവ് കോളനീസിന്? അതൊരു മോഡൽ കമ്മ്യൂണിറ്റി ആയിരുന്നു എന്ന് തന്നെ പറയാം. ഈ ന്യൂ ലനാർക്ക് ഒരു മോഡൽ കമ്മ്യൂണിറ്റിയായി ഉയർത്തിക്കൊണ്ടുവന്നായിരുന്നു അദ്ദേഹം. അതിന് എന്തൊക്കെയാണ് കൊടുത്തിരുന്നതെന്ന് വെച്ചാൽ, ക്രഷ് ഉണ്ടായിരുന്നു വർക്കിംഗ് മദറിന്. മദേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ കുഞ്ഞു പിള്ളേരെ നോക്കാൻ ക്രഷ്, അതാണ് ഇവിടെ പറഞ്ഞത് ഇൻഫാൻറ്റ് സ്കൂൾ എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ഫ്രീ മെഡിക്കൽ കെയർ ഉണ്ടായിരുന്നു, കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോർ ചിൽഡ്രൻ, ഈവനിങ് ക്ലാസ്സസ് ഫോർ അഡൾട്ട്സ്, ചിൽഡ്രൻ അണ്ടർ 10, അതായത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വേർ നോട്ട് അലൗഡ് ടു വർക്ക് ഇൻ ദ മില്ലിൽ വർക്ക് ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. അന്ന് 5ഉം 6ഉം വയസ്സായ കുഞ്ഞുങ്ങളെ കൊണ്ടായിരുന്നു ജോലി ചെയ്യിപ്പിച്ചിരുന്നത്. അപ്പോൾ അതെല്ലാം അദ്ദേഹം അബോളിഷ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് എല്ലാം ഈ കോപ്പറേറ്റീവ് കോളനീസിൻ്റെ പ്രധാനം എടുത്തു കാണിക്കുന്നതാണ്. പിന്നെ ഫസ്റ്റ് ഇൻഫാൻറ്റ് സ്കൂൾ ഇൻ ദ വേൾഡ് ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷേ നിങ്ങളത് ഓർത്തിരിക്കുക, ന്യൂ ലനാർക്കിലാണെന്ന്. ഇനി ചിലപ്പോൾ ചോദിച്ചാലോ പറയാൻ പറ്റില്ല. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട് കേട്ടോ, ബികോമിൻ്റെ ടെക്സ്റ്റ് ബുക്കിലാണ് കിടക്കുന്നുണ്ട്. ബികോമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ബികോമിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കൂടി റെഫർ ചെയ്തിട്ടാണ് നമ്മൾ മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലത്തെ പോയിൻറ്റ്സ് ഒന്നും നമ്മൾ വിട്ട് കളഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതും കൂടി നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു പ്രിൻസിപ്പിൾ, അതായത് ദ സ്കീം ഓഫ് ഓവൻ ഇൻഡൗട്ടഡ്ലി എൻഡഡ് ഇൻ ഫെയിലിയർ, ഇതൊക്കെ നടപ്പിലാക്കിയെങ്കിലും ഒരു ഡൗട്ടില്ലാതെ പറയാൻ പറ്റുമെന്ന് ഇതൊക്കെ ഒരു ഫെയിലിയർ ആയിരുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രിൻസിപ്പിൾസും ഐഡിയാസും സക്സസ്ഫുള്ളായി വർക്കൗട്ട് ആയതെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ കാരണം അത് തകർച്ചയായിരുന്നു, ആ മില്ലിൻ്റെ പതനമാണ് സംഭവിച്ചത്. ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടും അത് വിജയിച്ച് കാണിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. തുടക്കം വിജയമായിരുന്നു, പിന്നെ പരാജയമായി മാറി. അതുകൊണ്ടാണ് ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഹിസ് പ്രിൻസിപ്പൽസ് ആൻഡ് ഐഡിയാസ് ഹാവ് കണ്ടിന്യൂഡ് ടു ഇൻസ്പയർ ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. പക്ഷേ എന്ത് തന്നെ ആയാലും അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽസും ഐഡിയാസുമാണ് ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനൊരു കരുത്ത് പകർന്നത് എന്ന് തന്നെ പറയാമല്ലേ. പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നത് അദ്ദേഹത്തിൻ്റെ ഐഡിയാസും പ്രിൻസിപ്പൽസും ആയിരുന്നു. അതിലൂന്നിയാണ് പ്രവർത്തനം തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പ്രിൻസിപ്പൽസാണ് അതെന്ന് നോക്കാം. അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ് വേണ്ട, അത് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളായിരുന്നു. അത് ഇന്നും എന്തുണ്ട്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ഉത്തേജനമാണ്. വോളണ്ടറി അസോസിയേഷൻ, ഇതും വോളണ്ടറി അസോസിയേഷനും അദ്ദേഹം കൊണ്ടുവന്നതാണ്. അപ്പോൾ അതും ഇന്നും പ്രിൻസിപ്പിളായി തുടരുന്നു. കോമൺ ഓണർഷിപ്പ് ഓഫ് പ്രൊഡക്ഷൻ, കോമൺ ഓണർഷിപ്പാണ്, കാരണം മെമ്പേഴ്സിനും എല്ലാം, അല്ലെങ്കിൽ അവിടെ പ്രൊഡ്യൂസേഴ്സ് ആര് അല്ലെങ്കിൽ ഓണേഴ്സ് ആര്, അതില്ല, എല്ലാ ഓണേഴ്സും കൂടിയാണ് ഇതെന്തുണ്ടാക്കുന്നത്, ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് കോമൺ ഓണർഷിപ്പ് ഓഫ് പ്രൊഡക്ഷന് കോമൺ ഓണർഷിപ്പ് ആയിരുന്നു. യൂട്ടിലൈസേഷൻ ഓഫ് ദ വെൽത്ത് ഓഫ് ദ കമ്മ്യൂണിറ്റി ഫോർ ഇൻക്രീസിങ് ദ ബെനഫിറ്റ്സ് ഓഫ് ദ പുവർ. ഈ യൂട്ടിലൈസേഷൻ, വെൽത്ത് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഇൻക്രീസിങ് ദ ബെനഫിറ്റ്സ് ഓഫ് ദ പുവർ. പുവേഴ്സിൻ്റെ ബെനഫിറ്റ്സിന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെൽത്ത്, കമ്മ്യൂണിറ്റിയുടെ വെൽത്ത് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്ന് അന്നേ അദ്ദേഹം ഊന്നൽ കൊടുത്ത് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് ഇന്നും കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് കൊണ്ട് നടക്കുന്നത്. അതായത് അദ്ദേഹത്തിൽ നിന്നും കിട്ടിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയാസിൽ നിന്ന് ലഭിച്ച ഈ ഒരു പ്രിൻസിപ്പൽസ് എല്ലാം വെച്ച് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ PSC ലെവൽ ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പോയിൻറ്റ്സ് കാണാറുണ്ട്. PSC ലെവലിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് പിന്നെ ഇതിൽ ചിലപ്പോൾ 4 എണ്ണം ഒരേപോലെ തരുമല്ലേ, എന്നിട്ട് ഓൾ ഓഫ് ദി എബവ് തരും, 3 എണ്ണം തരും, എന്നിട്ട് ഓൾ ഓഫ് ദി എബവ് 4ാമത്തെ തരും. അപ്പോൾ അതൊന്നും ഇങ്ങനത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ
നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ദ സ്കീംസ് ഓഫ് ഓവൻ, ഹിസ് പ്രിൻസിപ്പൽസ് ആൻഡ് ഐഡിയാസ് ഹാവ് കണ്ടിന്യൂഡ് ടു ഇൻസ്പയർ ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ദീസ് പ്രിൻസിപ്പൽസ് വർ അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ്സ്, വോളണ്ടറി അസോസിയേഷൻ, കോമൺ ഓണർഷിപ്പ് ഓഫ് പ്രൊഡക്ഷൻ, യൂട്ടിലൈസേഷൻ ഓഫ് ദ വെൽത്ത് ഓഫ് ദ കമ്മ്യൂണിറ്റി ഫോർ ഇൻക്രീസിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് ദ പൂർ എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പം റോബർട്ട് ഓവൻ്റെ കാര്യങ്ങൾ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ റോബർട്ട് ഓവനെ ബന്ധപ്പെട്ട് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ റോബർട്ട് ഓവൻ്റെ ജനനം 1771 നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ ഡോക്ടർ ഓഫ് സർക്കംസ്റ്റാൻസസ്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളും കാര്യങ്ങളും, പിന്നെ കോപ്പറേറ്റീവ് കോളനി, ലേബർ എക്സ്ചേഞ്ചസ്, ലേബർ നോട്ട്സ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ കൊട്ടേഷൻസ് പറഞ്ഞില്ലേ, C.R. ഫേയുടെ റോബർട്ട് ഓവൻ ഡിഡ് നോട്ട് ഇൻവെൻറ്റ് കോപ്പറേഷൻ ബട്ട് ഹി വാസ് ദി ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ഇറ്റ്, അത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ A.L. മോർട്ടൻ്റെ ലൈഫ് ആൻഡ് ഐഡിയൽസ് ഓഫ് റോബർട്ട് ഓവൻ എന്ന ബുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, അതൊന്നും ഓർത്തിരിക്കണം. പിന്നെ ഇൻഫാൻറ്റ് സ്കൂൾ ചോദിച്ചു കണ്ടിട്ടില്ല. അത് ഫസ്റ്റ് ഇൻഫാൻറ്റ് സ്കൂൾ ഇൻ ദ വേൾഡ് വാസ് അറ്റ് ന്യൂ ലെനാർക്കിൽ ഉണ്ടായിരുന്നു എന്ന്. അതും ഈ കോപ്പറേറ്റീവ് കോളനീസിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റോബർട്ട് ഓവനുമായി ബന്ധപ്പെട്ട ഫോറിൻ കോപ്പറേഷൻ്റെ തുടക്കമാണ്. ഇനി നമുക്ക് ഓരോരോ ഫാക്റ്റുകളും ഓരോരോ വ്യക്തികളുമായിട്ട് ഓരോ രാജ്യങ്ങൾ എടുക്കണം, പിന്നെ അതുപോലെ തന്നെ വ്യക്തികളും എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു പതുക്കെ കവർ ചെയ്ത് പോവാം. അപ്പോൾ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിന് ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. ഓക്കെ, താങ്ക്